ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഓണവിഭവം ഒരു പച്ചടിയാണ്. നമുക്ക് വെള്ളരിക്ക വെച്ചിട്ടൊരു പച്ചടി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ചെറിയ വെള്ളരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഈ നടുവിലെ ഭാഗം നന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കണം. ചില സമയത്ത് നല്ല കയ്പ്പാണ് വെള്ളരിക്കും. അതുകൊണ്ട് എപ്പോഴും വെള്ളരി എടുക്കുമ്പോൾ സൂക്ഷിക്കുക. വെള്ളരി എടുത്ത ഈ ഒരു പോർഷനിലാണ് നല്ല കയ്പ്പുണ്ടാവുക. അതുകൊണ്ട് അതിൻ്റെ സീഡ് നിന്ന ഭാഗം മൊത്തത്തെ തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കണം. എന്നാൽ മാത്രമേ കയ്പ്പ് പോവുള്ളൂ. അതിന് ശേഷം ഒരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കുക. ആ സീഡുള്ള പോർഷനാണ് നല്ല കയ്പ്പുണ്ടാവുക. അത് ഇതേപോലെ ഒഴിവാക്കിയാൽ മതി. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചത്. ഇനി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആദ്യം ചേർക്കുക, പിന്നെ വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്താൽ മതി. വെള്ളരിയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് കുക്കറിൽ വേവിക്കുമ്പോൾ പ്രത്യേകിച്ചും വെള്ളം കുറച്ച് മതിയാവും. അപ്പോൾ ഒരു വിസിലാക്കി എടുക്കാം. 1 കപ്പ് തേങ്ങയും 1 പച്ചമുളകും 1/2 കപ്പ് തൈരും എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് നന്നായി പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കണം. നല്ല ക്രീമി ആയിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് അരച്ചെടുത്തത് ഇനി മാറ്റി വെക്കാം. കുക്കർ ഒരു വിസിൽ കഴിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്തതായിരുന്നു. അത് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായില്ല. ഇനിയും അതും കൂടെ ഒന്ന് വറ്റി കിട്ടണം. അതിന് വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതൊന്ന് വെള്ളം വറ്റി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം തിളക്കരുത്. തിളക്കുന്നതിന് മുമ്പ് തന്നെ ഓഫ് ചെയ്യണം. മൺചട്ടിയിലാവുമ്പം പ്രത്യേകിച്ച് ചൂട് കൂടുതലുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. തിളച്ച് പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും. ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മൺചട്ടിയിലായതുകൊണ്ട് എത്രയായാലും ഓഫാക്കിയാലും അതിൻ്റെ ചൂടിൽ കുറച്ചൊന്ന് പതഞ്ഞ് വരും. കുറച്ച് ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെക്കാം. ഇനി അതിലേക്കൊന്ന് താളിപ്പുണ്ടാക്കണം. അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് പൊട്ടിച്ചെടുത്തതിന് ശേഷം പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുന്നേ പൈനാപ്പിൾ പച്ചടീൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്നും കണ്ടു നോക്കണം. നല്ല ടേസ്റ്റിയാണ് അതും. അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ പപ്പായ വെച്ച് പച്ചടി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.